Good morning, students. Today, in this session, we will be dealing with PERT and critical path. So, what is PERT or PERT? It is Program Evaluation and Review Technique, or it can also be known as or called as Project Evaluation and Review Technique. ഇതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു നുറുങ്ങ്, മറ്റൊന്നുമല്ല, സാധാരണ പ്രോജക്റ്റ് മാനേജ്മെന്റ് ടൂൾസിലൊന്നാണ് PERT എന്ന് പറയുന്നത്. നമ്മൾ നെറ്റ്വർക്ക് ഡയഗ്രാംസ് കണ്ടിട്ടുണ്ട്, അതിനകത്ത് ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൻ്റെ മൈൽ സ്റ്റോൺ ചാർട്ടുകൾ മാത്രമായിട്ട് എടുത്തു വെച്ച് ഡെവലപ്പ് ചെയ്യുന്നതാണ് PERT അഥവാ PERT എന്ന് പറയുന്ന നെറ്റ്വർക്ക് ഡയഗ്രാം. അപ്പോൾ അതൊരു ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക് ആണ്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കൊച്ചു നുറുങ്ങാണ്, മറ്റൊന്നുമല്ല, നമ്മളെല്ലാവരും സിവിൽ എഞ്ചിനീയേഴ്സ് ആകുവാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്, അല്ലെങ്കിൽ പഠിക്കുന്നവരാണ്. ഒരിക്കൽ ഒരു കമ്പനി തങ്ങളുടെ പ്രോജക്റ്റ് എക്സിക്യൂഷൻ്റെ ഇടയിൽ, അതായത് അന്ന് അവർക്ക് കോൺക്രീറ്റ് വർക്ക് ഉണ്ടായിരുന്നു, കെട്ടിടത്തിൻ്റെ റൂഫ് സ്ലാബുകളാണ് അവിടെ പണിതുകൊണ്ടിരുന്നത്. അപ്പോൾ അവരായിട്ട് കോൺക്രീറ്റ് മിക്സുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മഴ പെയ്യും. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ഒരു കാര്യം അറിയാം, മഴ എന്ന് പറയുന്നത് എന്താണ്? അൺപ്രെഡിക്റ്റഡ് ആയിട്ട് വരുന്ന ഒരു എന്താ പറയുക, ഒരു ഏജന്റാണ്. അപ്പോൾ അൺഫോർസീൻ ഫാക്ടേഴ്സിൽ പെടുന്നതാണ് മഴ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് മഴ പെയ്തപ്പോൾ നമ്മുടെ സൈറ്റ് എഞ്ചിനീയർ, പുതിയ സ്റ്റുഡൻ്റ് ആയിരുന്നു, സ്റ്റുഡൻറ്റിൽ നിന്ന് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ കിട്ടി, അതിനുശേഷം ഇപ്പോൾ ജോലിക്ക് കയറിയതേ ഉള്ളൂ. പുള്ളി ആ പാടങ്ങ് വരണ്ട് പോയി. പുള്ളി വരണ്ടിട്ട് പെട്ടെന്ന് അവരുടെ പ്രോജക്റ്റ് മാനേജറെ വിളിച്ചു. അപ്പോൾ നിങ്ങൾ ഈ പ്രോജക്റ്റ് ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക് എന്നൊക്കെ പറയുന്ന പ്രോജക്റ്റ് മാനേജറുടെ കീഴിലാണ് വരുന്നതെന്ന് ഓർത്തുകൊള്ളു. അപ്പോൾ ഈ പുള്ളി അല്ലെങ്കിൽ ഈ പയ്യൻ തൻ്റെ പ്രോജക്റ്റ് മാനേജറെ വിളിച്ചു പറഞ്ഞു, സർ, ഇറ്റ്സ് റെയിനിങ് ഹെവിലി ഹിയർ, വാട്ട് ഷുഡ് ബി ഡൺ ടു ദ കോൺക്രീറ്റിംഗ്? അപ്പോൾ അവിടെ നിന്നും മറുപടി നല്ല രസകരമായ ഒരു മറുപടിയായിരുന്നു. See, you just do one thing, adjust the water cement ratio according to the rate of the rainfall. വളരെ എളുപ്പമല്ലേ? അപ്പോ കയറി പോന്നോളൂ കുട്ടികളെ, അല്ലെങ്കിൽ കയറി വാ കുട്ടികളെ GRGയുടെ ലോകത്തിലേക്ക്. അപ്പോ ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. So, PERT and critical path. അപ്പോ ഇതിൻ്റെ മെയിനായിട്ടും ഉള്ള പ്രോബ്ലംസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട 3 പ്രധാന കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് വൺ, the optimistic time estimate. The optimistic time estimate അല്ലെങ്കിൽ നമ്മൾ അതവിടെ കാണിക്കുന്നത് സ്മോൾ TA എന്നാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്.
So it is a minimum time required for an activity if nothing exceptionally goes wrong. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ മഴയുടെ കാര്യം, അതുപോലെയുള്ള അൺഫോർസീൻ ഹാമ്പറിങ് ഏജൻസ് ഒന്നും തന്നെ വന്നില്ല എങ്കിൽ ഒരു ആക്ടിവിറ്റി അത് പൂർത്തിയാകുവാൻ എത്ര ടൈം വേണം, അല്ലെങ്കിൽ എത്ര മിനിമം ടൈം വേണം, ഓർ എത്ര ചുരുക്കം സമയം വേണം, അതാണ് ഇവിടെ ഓപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ സ്മോൾ ടി എ. അപ്പം 3 ടൈം എസ്റ്റിമേറ്റ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിലൊന്നാമത്തേത് ഓപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ്, ദാറ്റ് ഈസ് സ്മോൾ ടി എ. സോ ദ നെക്സ്റ്റ് വൺ ഈസ് the pessimistic time estimate. Pessimistic time estimate നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ടി ബി വെച്ചിട്ടാണ്. അപ്പോൾ ഇറ്റ് ഈസ് എ എസ്റ്റിമേറ്റ് ഓഫ് മാക്സിമം ടൈം റിക്വയർഡ് ഫോർ ആൻ ആക്ടിവിറ്റി ഇഫ് അൺയൂഷ്വലി എവറിത്തിങ് ഗോസ് റോങ്. അപ്പം നിങ്ങൾക്കറിയാം ഓപ്റ്റിമിസ്റ്റിക്കും പെസിമിസ്റ്റിക്കും തമ്മിലുള്ള അർത്ഥ വ്യത്യാസം കൊണ്ട് നിങ്ങൾക്കറിയാം. ഓപ്റ്റിമിസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്നു, അതായത് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു, അതായത് ഒരു കുഴപ്പവും വരത്തില്ല, ഒരു കുഴപ്പവും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോവുകയാണ്, എത്ര മിനിമം സമയം വേണം. ഇനി പെസിമിസ്റ്റിക് എന്ന് പറയുന്നത് ഏറ്റവും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ ഏറ്റവും നെഗറ്റീവായിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ ആ പ്രോജക്റ്റിന്റെ ആക്ടിവിറ്റി കടന്നു പോവുകയാണെങ്കിൽ അതിന് എത്രത്തോളം സമയം വേണം എന്നുള്ളതാണ്. അതതിൻ്റെ മാക്സിമം ടൈം തന്നെ ആയിരിക്കും. അപ്പോൾ അതാണ് പെസിമിസ്റ്റിക് ടൈം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തതെന്ന് പറയുന്നത് ദ മോസ്റ്റ് ലൈക്ലി ടൈം എസ്റ്റിമേറ്റ്. ഈ മോസ്റ്റ് ലൈക്ലി ടൈം എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് ഓപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റിൻ്റെയും പെസിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റിൻ്റെയും ഇടയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ അത് നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പീരിയൻസും ജഡ്ജ്മെൻറ്റും ഇവ രണ്ടും ഉപയോഗിച്ചാണ് നമ്മൾ ഇത് മനസ്സിലാക്കുന്നത്. എന്നിട്ട് നമ്മൾ ഒരു ഉദ്ദേശം, നമ്മുടെ എക്സ്പീരിയൻസും ജഡ്ജ്മെൻറ്റും ഒക്കെ വെച്ചിട്ട് ഇൻ ബിറ്റ്വീൻ ഓപ്റ്റിമിസ്റ്റിക് ആൻഡ് പെസിമിസ്റ്റിക് ടൈം നമ്മൾ ഒരു ടൈം എഴുതുകയാണെങ്കിൽ, ഒരു ടൈം ഫോർ ആൻ ആക്ടിവിറ്റി നമ്മൾ ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് ദ മോസ്റ്റ് ലൈക്ലി ടൈം എസ്റ്റിമേറ്റ് ഡിനോട്ടഡ് ബൈ സ്മോൾ ടി എം. അപ്പോൾ നമ്മളിവിടെ 3 ടൈം എസ്റ്റിമേറ്റ്സ് കണ്ടു. ഒന്നാമത്തത് ദ ഓപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ് ടി എ, ദ പെസിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ് ടി ബി, ദ മോസ്റ്റ് ലൈക്ലി ടൈം എസ്റ്റിമേറ്റ് ടി എം. അപ്പോൾ ടി എ, ടി ബി, ടി എം എന്നിങ്ങനെയുള്ള 3 ടൈം എസ്റ്റിമേറ്റുകൾ സാധാരണ ഒരു പ്രോബ്ലം, പി ആർ ടിയുടെ ഒരു പ്രോബ്ലം തരുമ്പോൾ അതിനകത്ത് നമുക്ക് തരുന്നതാണ്. ഇങ്ങോട്ട് ക്വസ്റ്റ്യൻ തന്നെ തരും. സോ പ്ലീസ് ഡോണ്ട് ഗെറ്റ് വറീഡ് അബൌട്ട് ഇറ്റ്. അത് വെച്ചിട്ടാണ് പിന്നെ നമ്മൾ ഫർദർ പ്രൊസീഡ് ചെയ്യുന്നത്. നൗ വിൽ മൂവ് ഓൺ ടു a few basic equations in PRT. അപ്പോൾ നമ്മൾ ടി എം, ടി ബി, ടി എ ഇത് കണ്ടു, അതെന്താണെന്ന് മനസ്സിലാക്കി. ഇനി അത് വെച്ചിട്ട് 1-2 ഇക്വേഷൻസ് കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാനുള്ളതായി. അപ്പോൾ എക്സ്പെക്റ്റഡ് മീൻ ടൈം ഓഫ് ആൻ ആക്ടിവിറ്റി. എക്സ്പെക്റ്റഡ് മീൻ ടൈം ഓഫ് ആൻ ആക്ടിവിറ്റി is denoted by TE. TE is equal to TA plus 4TM plus TB the whole divided by 6. അപ്പോൾ ഇതും നിങ്ങൾ മനസ്സിലാക്കി പഠിച്ച് വെക്കേണ്ടതാണ്. ഈ ഇക്വേഷൻ പഠിക്കാൻ എളുപ്പമാണ്. നമുക്കറിയാം ടി എ എന്ന് പറയുന്നത് ഓപ്റ്റിമിസ്റ്റിക് ടൈം, ടി ബി എന്ന് പറയുന്നത് പെസിമിസ്റ്റിക് ടൈം. അപ്പോൾ ടി എ പ്ലസ് ടി ബി ആയി, പ്ലസ് 4 ടൈംസ് ടി എം. ഈ ടി എം എന്ന് പറയുന്നത് നമ്മുടെ മോസ്റ്റ് ലൈക്ലി ടൈം എസ്റ്റിമേറ്റ് ആണ്. അപ്പോൾ ടി എ പ്ലസ് ടി ബി പ്ലസ് 4 ടി എം ബൈ 6, അല്ലെങ്കിൽ ടി എ പ്ലസ് 4 ടി എം പ്ലസ് ടി ബി ബൈ 6.
Next is standard deviation of an activity. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് നമ്മൾ അത് ഡിനോട്ട് ചെയ്യുന്നത് ഡെൽറ്റ ടി. ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു ടി ബി മൈനസ് ടി എ ബൈ 6. അപ്പോൾ ഇതിനകത്ത് ടി എം വരുന്നില്ല, മോസ്റ്റ് ലൈക്ലി ടൈം എസ്റ്റിമേറ്റ് ഇതിനകത്ത് വരുന്നില്ല. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷനായി അത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉള്ള ഇക്വേഷനാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് ആൻ ആക്ടിവിറ്റി. Variance of an activity is denoted by Vt, which is equal to delta t the whole square. അപ്പോൾ delta t എന്ന് നമ്മളിവിടെ കണ്ടു, that is standard deviation of an activity. So variance എന്ന് പറയുമ്പോൾ it is delta t the whole square, that is tb minus ta by 6 the whole square. ഇതാണ് വേരിയൻസിനുള്ള ഇക്വേഷൻ, that is tb minus ta by 6 the whole square. ഇനി നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു 2-3 ടേംസ് ഉണ്ട്. നിങ്ങളിപ്പോൾ ഇതിനകത്ത് പഠിച്ചതെന്ന് പറഞ്ഞാൽ മൂന്ന് ഇക്വേഷൻസ് പഠിച്ചു, 3 ടൈം എസ്റ്റിമേറ്റ്സും പഠിച്ചു. ഇനി പ്രോബ്ലത്തെ യൂസ് ചെയ്യുന്ന 2-3 കാര്യങ്ങളിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ പ്രോബ്ലത്തിലേക്ക് കടക്കാം. അപ്പം ക്രിട്ടിക്കൽ പാത്ത് അനാലിസിസ് ഇൻ PERT. അപ്പോൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ടേംസ് TE, ഫസ്റ്റ് വൺ, ദാറ്റ് ഈസ് ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈം. Earliest expected time is a time when an event can be expected to occur at the earliest. എന്നുവെച്ചാൽ അതിൻ്റെ ടൈം ഡ്യൂറേഷൻ യാതൊരു ലാഗും ഇല്ലാതെ ഏറ്റവും നേരത്തെ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യപ്പെടാൻ എത്ര സമയം വേണ്ടി വരും എന്നുള്ളതാണ് ഇവിടുത്തെ ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈം. ഏറ്റവും നേരത്തെ ഈ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യപ്പെടാൻ എത്ര സമയം വേണ്ടി വരും. സോ TEJ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ജെയത്ത് ആക്ടിവിറ്റി. അതായത് ഇപ്പം അല്ലെങ്കിൽ എന്താ ഫസ്റ്റ് നോഡ്, സെക്കൻഡ് നോഡ്, തേർഡ് നോഡ്, ഫോർത്ത് നോഡ്, ഫിഫ്ത്ത് നോഡ് അങ്ങനെ വരുമല്ലോ. അപ്പൊ ജെയത്ത് നോഡിന്റെ ഏർലിയസ്റ്റ് അല്ലെങ്കിൽ ആ ആക്ടിവിറ്റിയുടെ ജെയത്ത് നോഡിന്റെ ആക്ടിവിറ്റിയുടെ ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈം TEJ is equal to TEI plus TI to J. ഇത് മനസ്സിലാക്കി വെക്കുക. ഇത് നിങ്ങൾ നെറ്റ്വർക്ക് ഡയഗ്രത്തിൽ CPM ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് പഠിച്ചപ്പോൾ EOT പഠിച്ചിരുന്നു. ദാറ്റ് വാസ് ഏർലിയസ്റ്റ് ഒക്കറൻസ് ടൈം. ഇപ്പൊ ഏർലിയസ്റ്റ് ഒക്കറൻസ് ടൈമിന് സിമിലർ ആയിട്ട് PERT വരുന്നതാണ് ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈം. ഇപ്പൊ ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈം ദാറ്റ് ഇസ് TEJ is equal to TEI plus TI to J. എന്ന് വെച്ച് കഴിഞ്ഞാൽ TI to J എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ടേക്കൺ ഫോർ ആൻ ആക്ടിവിറ്റി ടു ഗെറ്റ് കംപ്ലീറ്റഡ് ഫ്രം ith node to jth node. ഇനി TEI എന്ന് പറയുന്നത് എന്താണ്? അതായത് നമ്മളിപ്പോൾ ഇപ്പം ith നോഡിലെ ഇതാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ TE. അപ്പൊ ഇത് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് നോഡിന് TEJ എന്ന് പറയുമ്പോൾ TE1 ആണ്. അപ്പൊ ഇറ്റ് ഈസ് ഇക്വൽ ടു TEI. ആ ഫസ്റ്റ് നോഡിന് മുന്നേ ഉള്ള TEJ എന്ന് പറയുന്നത് സത്യത്തിൽ ഇല്ലല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നോഡ് TEJ ആയിട്ട് എടുക്കണം, അതിന് മുന്നേ നമുക്ക് നോഡില്ല. അപ്പോൾ ഇവിടെ നമുക്ക് 0 ആവും പ്ലസ് TI to J. അപ്പോൾ ഫസ്റ്റ് നോഡിന് ഈ TI to J എടുത്താലും 0 ആയിരിക്കും, TEI എടുത്താലും 0 ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് നോഡിന് നിങ്ങൾ TEJ എന്നോ TEI എന്നോ ഇടുകയാണ് 0 ആയിരിക്കും.
നെക്സ്റ്റിന് ഇപ്പോൾ 5 ആണ് നമ്മുടെ ഡ്യൂറേഷൻ. ആ ആക്ടിവിറ്റി I-J സെക്കൻഡ് നോഡിലേക്ക് വരാനുള്ള 5 ആണ് ടൈം എങ്കിൽ സെക്കൻഡ് നോഡിന് TE2 ഇസിക്കൽ TEI എന്ന് പറയുന്ന ഫസ്റ്റ് വൺ, അതായത് 0, അതിന് TE0 ഇതാണല്ലോ, പ്ലസ് 5 TI-J, അപ്പോൾ അത് 5 ആയിരിക്കും. ഇനി അടുത്തെന്ന് പറയുന്നത് TL ആണ്. TL എന്ന് പറയുന്നത് CPM അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് ഓഫ് നെറ്റ്വർക്കിനകത്തെ LOTക്ക് സമാനമായ ഒരു ടേം ആണ്. The latest allowable occurrence time. It is the latest time by which an event must occur to keep the project on schedule. That is, TLI is equal to TL of J minus TI minus J. TEJ എന്ന് പറയുന്നത് ഫോർവേഡ് പാസ് ആയിരുന്നെങ്കിൽ TLI എന്ന് പറയുന്നത് ബാക്ക്വേർഡ് പാസിലൂടെയാണ് കണ്ടുപിടിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ്വർക്കിൽ PERT നെറ്റ്വർക്കിൽ പുറകോട്ട്, അതായത് പുറകോട്ട് ആരോ കാണത്തില്ല. ആരോ വിൽ ബി ഓൾവേസ് പോയിന്റിംഗ് ടുവേർഡ്സ് ദ ഫോർവേഡ് ഡയറക്ഷൻ. നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് ഏറ്റവും അവസാനം കണ്ടുപിടിച്ച TEJ വാല്യൂ, ഏറ്റവും അവസാനം കണ്ടുപിടിച്ച TEJ വാല്യൂവിൽ നിന്ന് വേണം നമ്മൾ TLIയുടെ ഇത് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് തുടങ്ങേണ്ടത്. അപ്പോൾ അവിടുന്ന് പുറകോട്ട് പോകുമ്പോൾ ബാക്ക്വേർഡ് പാസിൽ അടുത്തതിൻ്റെ, അതായത് അടുത്തതിൻ്റെ TLI ഇസ് ഈക്വൽ ടു TLJ മൈനസ് TI മൈനസ് J. അതായത് ഏറ്റവും അവസാനം കണ്ടുപിടിച്ച വാല്യൂനകത്തു നിന്ന്, അല്ലെങ്കിൽ ഏറ്റവും അവസാനം കണ്ടുപിടിച്ച TE വാല്യൂവിൽ നിന്ന് നമ്മൾ പുറകോട്ട് പോകുമ്പം TL കണ്ടുപിടിക്കേണ്ടി വരുമ്പോൾ, TL കണ്ടുപിടിക്കേണ്ടി വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മുടെ പ്രോജക്റ്റ് ഡ്യൂറേഷൻ 30 അല്ലെങ്കിൽ ലാസ്റ്റ് കണ്ടുപിടിച്ച TEJ വാല്യൂ 30 ആണെങ്കിൽ, പിന്നെ പുറകോട്ട് എടുക്കുമ്പോൾ ആ ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷൻ 5 ആണെങ്കിൽ 30 മൈനസ് 5 വിച്ച് ഈസ് ഈക്വൽ ടു 25 ആയിരിക്കും നമ്മുടെ TLI എന്ന് പറയുന്നത്. സപ്പോസ് ദ ലാസ്റ്റ് ആൻസർ ഈസ് 30 ആൻഡ് ദ ഡ്യൂറേഷൻ ഈസ് TI-J. അപ്പോൾ അത് TI-J that is 5 days. TLI is equal to TLJ minus TI minus J, which is equal to 30 minus 5, which is equal to TLI, which is equal to 25. ഇത് ജസ്റ്റ് ഒരു ഉദാഹരണമാണ്. ദിസ് ഈസ് സിമിലർ ടു LOT. ഇനി അടുത്ത ടേം എന്ന് പറയുന്നത് ഈസ് TS എന്ന് പറയുന്നത് ഷെഡ്യൂൾഡ് കംപ്ലീഷൻ ടൈം. TS എന്ന് പറയുന്നത് ഷെഡ്യൂൾഡ് കംപ്ലീഷൻ ടൈം. ഇറ്റ് ഈസ് ദ അക്സെപ്റ്റഡ് ഫിഗർ റിഗാർഡിംഗ് ദ കംപ്ലീഷൻ ഓഫ് എ പ്രോജക്റ്റ്. അപ്പോൾ ഒരു പ്രോജക്റ്റിന് നമ്മൾ കംപ്ലീഷൻ ടൈമായിട്ട് നമുക്ക് സാധാരണഗതിയിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് ഡ്യൂറേഷൻ, അല്ലെങ്കിൽ ആ ഒരു പ്രോജക്റ്റിൻ്റെ ഡ്യൂറേഷൻ. പക്ഷെ ഇവിടെ ഷെഡ്യൂൾഡ് കംപ്ലീഷൻ ടൈം എന്ന് പറയുന്നത് നമ്മൾ അത് കഴിഞ്ഞ് കുറേ പ്രൊസീജിയേഴ്സൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അക്സെപ്റ്റബിളായിട്ട് പ്രോജക്റ്റിൻ്റെ ഷെഡ്യൂൾഡ് ഡ്യൂറേഷൻ ഇതാണെന്ന് തോന്നും. സോ അതാണ് TS, ഷെഡ്യൂൾഡ് കംപ്ലീഷൻ ടൈം. ഇറ്റ് റെഫേഴ്സ് ടു ദ ലേറ്റസ്റ്റ് അലവബിൾ ഒക്കറൻസ് ടൈം ഓഫ് ദ ലാസ്റ്റ് ഇവന്റ് ഓഫ് ദ പ്രോജക്റ്റ്. ദാറ്റ് ഇസ് TS is equal to TL of the last event of the project. അതായത് ഷെഡ്യൂൾഡ് കംപ്ലീഷൻ ടൈം എന്ന് പറയുന്നത് നമ്മൾ TEയും TLും കണ്ടുപിടിക്കുന്നുണ്ട്. അതിനകത്ത് ലാസ്റ്റ് ഇവന്റിന്റെ TL അല്ലെങ്കിൽ ലാസ്റ്റ് ഇവന്റിന്റെ TS അത് രണ്ടും ഈക്വൽ ആയിരിക്കും സാധാരണഗതിയിൽ ഒരു പ്രോജക്റ്റിൽ.
ലാസ്റ്റ് ഇവന്റിന്റെ ടി എല്ലും ടിയും സെയിം ആയിരിക്കും. എങ്കിൽ പോലും ഇവിടെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ടി എസ് എന്ന് പറയുന്നത് ടി എൽ ആണ്. ടി എസ് ഇസ് ഈക്വൽ ടു ടി എൽ ഓഫ് ലാസ്റ്റ് ഇവന്റ് ഓഫ് ദ പ്രോജക്റ്റ്. ഇനി അടുത്തത് സ്ലാക്ക് ആണ്. സ്ലാക്ക് എസ് ഇസ് ഈക്വൽ ടു, സ്ലാക്ക് എന്ന് പറയുന്നത് മലയാളത്തിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു ആക്ടിവിറ്റി അത് എത്രത്തോളം ലാഗ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്, അല്ലെങ്കിൽ എത്രത്തോളം ലാഗ് ചെയ്യാം വിതൗട്ട് അഫക്റ്റിംഗ് ദ ടോട്ടൽ പ്രോജക്റ്റ് ഡ്യൂറേഷൻ എന്നുള്ളതാണ് സ്ലാക്കിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ സ്ലാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ, അത് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് between event times denoting the range in which an event time can vary. അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടി ഇയും ടി എല്ലും കണ്ടുപിടിച്ചു. സാധാരണഗതിയിൽ എസ് ഇസ് ഈക്വൽ ടു ടി എൽ മൈനസ് ടി ഇ. എസ് ഇസ് ഈക്വൽ ടു ടി എൽ മൈനസ് ടി ഇ. ഇനി അടുത്തത് സ്ലാക്ക് വാല്യൂവിനെ നമുക്ക് രണ്ട് രീതിയിൽ തരംതിരിക്കാൻ പറ്റും. ദാറ്റ് ഈസ് പോസിറ്റീവ് സ്ലാക്ക് ആൻഡ് നെഗറ്റീവ് സ്ലാക്ക്. അതായത് സ്ലാക്കിൻ്റെ വാല്യൂ പോസിറ്റീവ് ആവുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് പോസിറ്റീവ് സ്ലാക്ക്, ആൻഡ് ഇഫ് ദ വാല്യൂ ഓഫ് ദ സ്ലാക്ക് ഈസ് നെഗറ്റീവ് ദെൻ ഇറ്റ് ഈസ് കോൾഡ് നെഗറ്റീവ് സ്ലാക്ക്. ഇനി സീറോ ആവുകയാണെങ്കിൽ അത് ക്രിട്ടിക്കൽ ആയിരിക്കും. So positive slack, if TL is greater than TE, slack is positive. It indicates that the project is ahead of schedule. അതായത് നമ്മുടെ സ്ലാക്ക് വാല്യൂ പോസിറ്റീവ് ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സ്ലാക്ക് വാല്യൂ വെച്ചിട്ട് മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രോജക്റ്റ് എഹെഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ബിഹൈൻഡ് അല്ല, എഹെഡ് ആണ്. മുന്നോട്ട് പോകുമ്പോൾ അത് കുറച്ചുകൂടെ നേരത്തെ വേണമെങ്കിൽ തീരത്തക്ക രീതിയിലുള്ള അവസ്ഥയിലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറോ സ്ലാക്ക് ആണ്. സീറോ സ്ലാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടി എല്ലും ടിയും ഈക്വൽ ആകുമ്പോൾ ടി എല്ലും ടിയും ഈക്വൽ ആകുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. അങ്ങനെ സീറോ ആയിട്ട് വരുന്ന വാല്യൂ ഉണ്ടെങ്കിൽ then it is understood that the project is going according to the schedule, and also the path or the activity or the node is very critical. എന്നുവെച്ചാൽ നമുക്ക് പിന്നീട് അതിനകത്ത് ചേഞ്ചസ് ഒന്നും വരുത്താൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഒരു വ്യത്യാസം, അതായത് എന്താ പറയുക, ഞാൻ പറഞ്ഞു സ്ലാക്കിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ നമുക്ക് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ആ ആക്ടിവിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഡ്യൂറേഷൻ ഒരു ദിവസം വരെ താമസിച്ചാലും കുഴപ്പമില്ല. അതേപോലെ സ്ലാക്കിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഒരു ദിവസം പോലും നമുക്ക് ആ ആക്ടിവിറ്റി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ കറക്റ്റ് ഷെഡ്യൂളിൽ തന്നെ പോകണം. അങ്ങനെ വരുമ്പോൾ അത് ക്രിട്ടിക്കലാണ്. ഇനി നെഗറ്റീവ് സ്ലാക്ക്. നെഗറ്റീവ് സ്ലാക്ക് എന്ന് പറയുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് വെൻ ദ ഷെഡ്യൂൾഡ് കംപ്ലീഷൻ ടൈം TS ഈസ് ലെസ് ദാൻ TE, സ്ലാക്ക് ഈസ് നെഗറ്റീവ്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് the project is running behind the schedule. അതായത് ഷെഡ്യൂളിന് പുറകിലാണ് നമ്മുടെ പ്രോജക്റ്റ്, ബിഹൈൻഡ് ദ ഷെഡ്യൂൾ. അതായത് നമ്മുടെ പ്രോജക്റ്റ് ഡേയ്സ് പുറകിലാണ്. ഷെഡ്യൂൾ ഇങ്ങനെ പോയാൽ ആ പ്രോജക്റ്റ് നമ്മുടെ കറക്റ്റ് സമയത്ത് തീരത്തില്ല. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിനുള്ള മെഷേഴ്സ് അടുത്ത ആക്ടിവിറ്റീസിൽ പാരലായിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അതിൻ്റെ ഡ്യൂറേഷൻ കൂട്ടണം. അല്ല, ഡ്യൂറേഷൻ അല്ല, അതിൻ്റെ വർക്കിൻ്റെ സ്പീഡ് കൂട്ടിയിട്ട് ഡ്യൂറേഷൻ കുറയ്ക്കണം എന്ന് അത് കണ്ടാൽ നമുക്ക് മനസ്സിലാകും. ക്രിട്ടിക്കൽ ഇവന്റ്. Critical event is an event having the least slack value, or if the slack value is 0, the activity can be taken as critical activity, or the event can be taken as critical event. അപ്പോൾ ഇവന്റ് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ, ഇവന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം S is equal to the difference between the TE and TL. S is equal to TL minus TE. അപ്പോൾ ആ ഡിഫറൻസ് എന്ന് പറയുന്നത്
ഒരു നെറ്റ്വർക്കിൽ ഏത് ഇവൻറ്റിനാണോ ഏറ്റവും കുറവ് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തെ ക്രിട്ടിക്കൽ ഇവൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഏറ്റവും ക്രിട്ടിക്കൽ ആയിരിക്കുന്ന ഇവൻറ്റ്. അപ്പോൾ ക്രിട്ടിക്കൽ ആയിരിക്കുന്ന ഇവൻറ്റുകൾ തമ്മിൽ ജോയിൻ ചെയ്താൽ കിട്ടുന്ന ഈ പാത്താണ് ക്രിട്ടിക്കൽ പാത്ത്. അതായത് സ്ലാക്ക് ഏറ്റവും ഇതായിട്ട് ക്രിട്ടിക്കലായിട്ട് വരുന്ന സംഭവം 0 ആണ്. അതായത് അവിടെ ക്രിട്ടിക്കലായിട്ട് വരും. ദ പാത്ത് joining the critical events is called critical path of the PERT network. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു തിയറം എന്താണെന്ന് പരിശോധിക്കാം. ദാറ്റ് ഈസ് നോൺ ആസ് സെൻട്രൽ ലിമിറ്റ് തിയറം. സോ ഒരു പ്രോജക്റ്റിൽ നമുക്ക് n ആക്ടിവിറ്റീസ് ഉണ്ടെന്നിരിക്കട്ടെ. ആ n ആക്ടിവിറ്റീസ് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ക്രിട്ടിക്കൽ പാത്തിലെ n ആക്ടിവിറ്റീസ് ഉണ്ട് എന്നിരിക്കട്ടെ. ആ ഓരോ ആക്ടിവിറ്റിക്കും അതിൻ്റേതായ ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെന്നിരിക്കട്ടെ. ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു എക്സ്പെക്റ്റഡ് മീൻ ടൈം, അതെന്താണെന്ന് നമുക്ക് പിന്നെ കാണാം, മീൻ ടൈം ഉണ്ടായിരിക്കും. അപ്പോൾ ആ മീൻ ടൈമിൽ ആ മീൻ ടൈം എന്ന് പറയുന്നത് μ1 μ2 μ3 അപ് ടു μn ആണ്. ഇനി അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് Δ1 Δ2 Δ3 എക്സെട്ര അപ് ടു Δn. ആൻഡ് വേരിയൻസ് എന്ന് പറയുന്നത് v1 v2 v3 അപ് ടു vn റെസ്പെക്റ്റീവ്ലി. അപ്പോൾ അങ്ങനെയുള്ള v1ഉം v2ഉം v3 ഉള്ള വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ Δ1 Δ2 Δ3 അപ് ടു Δn ഉണ്ടെങ്കിൽ the distribution of time for the project as a whole will approximately be a normal distribution curve. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോജക്റ്റിൻ്റെ വാല്യൂ ആണ് അറിയേണ്ടത്. ഫോർ എക്സാമ്പിൾ ദ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് വിൽ ഹാവ് എ മീൻ എക്സ്പെക്റ്റഡ് ടൈം μt, വേരിയൻസ് vt ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ Δt. ഈ സെൻട്രൽ ലിമിറ്റ് തിയറം എന്ന് പറയുന്നത് നമുക്കൊരു ക്രിട്ടിക്കൽ പാത്ത് ഉണ്ട്. ആ ക്രിട്ടിക്കൽ പാത്തിലെ ഓരോ വാല്യൂസും, അതായത് ഓരോ vtയും ഓരോ Δtയും ഓരോ Δtയും μtയും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് തമ്മിലെല്ലാം കൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആയിരിക്കും ആ പ്രോജക്റ്റിൻ്റെതായ എക്സ്പെക്റ്റഡ് മീൻ ടൈം, അല്ലെങ്കിൽ ആ പ്രോജക്റ്റിൻ്റെതായ വേരിയൻസ്. അതാണ് ഇതിൻ്റെ സെൻട്രൽ ലിമിറ്റ് തിയറം വരുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ആ ഇക്വേഷൻ കാണുമ്പോൾ മനസ്സിലാവും. എക്സ്പെക്റ്റഡ് മീൻ ടൈം ഓഫ് ദ പ്രോജക്റ്റ് ഇസ് ഈക്വൽ ടു μ1 പ്ലസ് μ1 പ്ലസ് μ2 പ്ലസ് μ3 പ്ലസ് μ4 പ്ലസ് അപ് ടു എക്സെട്ര μn. ഇതിനകത്ത് 1 2 3 എന്നൊക്കെ പറയുന്നത് ഫസ്റ്റ് ആക്ടിവിറ്റി സെക്കൻഡ് ആക്ടിവിറ്റി ആണെന്ന് മാത്രമല്ല, അത് ക്രിട്ടിക്കൽ പാത്തിലെ ആക്ടിവിറ്റീസ് ആയിരിക്കും. അപ്പോൾ ക്രിട്ടിക്കൽ പാത്തിലെ ആക്ടിവിറ്റീസിൻ്റെ ഇടയ്ക്ക്, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പാത്തിലെ ആക്ടിവിറ്റീസിൻ്റെ μ1 μ2 μ3 ആ മീൻ ടൈം എടുക്കുമ്പോഴാണ്, അതെല്ലാം കൂടെ കൂട്ടുമ്പോഴാണ് ഈ വാല്യൂ വരുന്നത്. അപ്പോൾ VT is the variance of the project which is equal to v1 plus v2 plus v3 up to vn. ഇതിനകത്ത് ക്രിട്ടിക്കൽ പാത്തിനകത്ത് ചിലപ്പം എല്ലാ നോഡിൻ്റെയും കാര്യം എഴുതണമെന്നില്ല. ക്രിട്ടിക്കൽ ഇവൻസ് മാത്രം, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഇവൻസിൻ്റെ വേരിയൻസ് മാത്രം എടുത്ത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വേരിയൻസ് ഓഫ് ദ പ്രോജക്റ്റ് കിട്ടും. അതേപോലെ Δt എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ പ്രോജക്റ്റ് ആണ്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേരിയൻസ് ഓഫ് ദ പ്രോജക്റ്റിനെ എടുത്ത് റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ വാല്യൂ കിട്ടും. അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് Δ1 സ്ക്വയർ പ്ലസ് Δ2 സ്ക്വയർ പ്ലസ് അപ് ടു Δn.
പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇനിയിപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകുന്നതിന് മുൻപ് പ്രോബബിലിറ്റി ഓഫ് കംപ്ലീഷൻ ഓഫ് ദ പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരു ടേം കൂടെ പരിചയപ്പെടാം. അപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ഷെഡ്യൂൾഡ് വാല്യൂ ഉണ്ട്. അതായത് ഒരു പ്രോജക്റ്റിൻ്റെ ഷെഡ്യൂൾഡ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് അവസാനത്തെ വാല്യൂ, അവസാനത്തെ TETL വാല്യൂ നോക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് സാധാരണഗതിയിലുള്ള പ്രോജക്റ്റിൻ്റെ ഷെഡ്യൂൾഡ് ഡ്യൂറേഷൻ ആണ്. പക്ഷെ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു നമ്പർ ഓഫ് ഡേയ്സിനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. P = 1/√2 π ഇന്റഗ്രൽ 0 to z e⁻−z²/2. അപ്പോൾ ഇതിനകത്ത് പുതിയൊരു ടേം വന്നിരിക്കുന്നത് z ആണ്. z = x - μt/Δt. തൊട്ട് മുന്നേ നമ്മൾ മ്യൂട്ടിയും ഡെൽറ്റയും കണ്ടുപിടിച്ചു. ഇറ്റ് ഈസ് ഓഫ് ദ പ്രോജക്റ്റ്. അപ്പോൾ ഓഫ് ദ പ്രോജക്റ്റ് കണ്ടുപിടിച്ചത് ഓഫ് ദ ക്രിട്ടിക്കൽ പാത്ത്. അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്ന മ്യൂട്ടിയും ഡെൽറ്റയുടെ വാല്യൂ ഈ പറയുന്നതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. z = x - μt/Δt. അപ്പം ഇതിനകത്ത് പറയാത്തൊരു ടേം ഉണ്ട്, x എന്നതാണ്. x എന്ന് പറയുന്നത് TS ആണ്. സോ TS = x. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യാൻ സാധിക്കും. നമുക്കിനി പ്രോബ്ലത്തിലേക്ക് പോകാം.